അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും UDF പിന്തുണ സ്വീകരിക്കുന്നതിൽ ജി സുധാകരൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പിണറായി വിജയൻ ആവശ്യപ്പെട്ടാൽ മത്സരത്തിൽ നിന്ന് പിന്മാറുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ജി സുധാകരൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നുണ്ട്. തത്സമയം അശ്വിൻ, 1.25 മണിക്കൂറോളം നീണ്ട ദീർഘമായൊരു വാർത്താ സമ്മേളനം. അതിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നതാണ് കേട്ടത്. പക്ഷെ ചില ചോദ്യങ്ങളോടൊക്കെ ഒരു മൃദു സമീപനമുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കും വിധമുള്ള പ്രതികരണം. അനുജ, ഹൈസ്കൂൾ കാലത്ത് പാർട്ടി അംഗമായ ആയതു മുതൽ ഇക്കാലം അത്രയും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ ചരിത്രമാണ് പ്രധാനമായും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഭൂരിഭാഗം സമയത്തും അദ്ദേഹം പറഞ്ഞത്. പിന്നെ പാർട്ടിയിൽ നിന്ന് നേരിട്ട അവഗണനകളുടെ വലിയ ലിസ്റ്റ് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഒപ്പം ഈ പാർട്ടി നേതൃത്വം തന്നെ അദ്ദേഹത്തെ ആക്രമിക്കുന്ന പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൂടെ കൊണ്ടു നടക്കുന്നു എന്നുള്ള ആരോപണം വർഷങ്ങളായി, കഴിഞ്ഞ 5 വർഷത്തിനിടെ പലതവണ അദ്ദേഹം പറഞ്ഞതാണ്. ആ ആരോപണ ശരങ്ങളൊക്കെയും നീണ്ടത് അമ്പലപ്പുഴയിലെ നിലവിലെ MLA ആയ CPM നേതാവ് H സലാമിനെതിരെയും ഒപ്പം സജി ചെറിയാൻ അടക്കമുള്ള നേതാക്കൾക്കും ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതൃത്വത്തിനുമെതിരെയാണ്. അത് പലപ്പോഴും പൊളിറ്റിക്കൽ ഗ്യാങ്സ്റ്ററിസം എന്ന വാക്കുപയോഗിച്ച് അദ്ദേഹം നേരത്തെയും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയതാണ്. എന്തായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തത വേണ്ടിയിരുന്ന ഒരു കാര്യം, അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതാണ്. അത് വ്യക്തമായി അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക്. ഇനി UDFന്റെ പിന്തുണ അവിടെ തേടുമോ എന്നുള്ളതായിരുന്നു മറ്റൊരു ചോദ്യം. അതിൽ വ്യക്തമായൊരു മറുപടി അദ്ദേഹം തന്നിട്ടില്ല. ഇതുവരെ UDFന്റെ ആരും പിന്തുണ വാഗ്ദാനം ചെയ്ത് തന്നെ വിളിച്ചിട്ടില്ല. വിളിക്കട്ടെ, അപ്പോൾ നോക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. അതായത് ഒപ്പം തന്റെ അനിയൻ G ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയത് KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളാണ്. ആ ചോദ്യത്തിനും അല്ലെങ്കിൽ ആ ഒരു സംഭവം നാളെ പ്രതിരോധമായി G സുധാകരന്റെ മേലിൽ വന്നേക്കാം. അതിനുള്ള ഒരു മുൻകൂർ ജാമ്യം കൂടി എടുത്താണ് ഇന്നത്തെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അന്ന് ക്രിമിനൽ കുട്ടികളാണ്, അതായത് ക്രിമിനൽ കൂട്ടമാണ് അന്ന് അദ്ദേഹത്തെ ഈ അനുജനെ കൊലപ്പെടുത്തിയത്. അവരൊന്നും ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിന്റെയും ഭാഗമല്ല എന്നുള്ളൊരു മുൻകൂർ ജാമ്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എടുത്തിട്ടുണ്ട്. നാളെ CPM ആരോപിച്ചാൽ അന്ന് അനിയനെ കൊന്നവരുടെ പിന്തുണ വാങ്ങുമോ എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം മുന്നേ തന്നെ പറഞ്ഞവസാനിപ്പിച്ചാണ് വാർത്താ സമ്മേളനം പൂർത്തീകരിച്ചത്. ഇനി എന്തായാലും രാഷ്ട്രീയമായി ഒരുപാട് കോളിളക്കങ്ങൾ ഉണ്ടാകാൻ ഈ വാർത്താ സമ്മേളനം കാരണമായിട്ടുണ്ട്. മുന്നോട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ഒപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ജോലികൾ, UDFന്റെ പിന്തുണ, അതെല്ലാം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം കേൾക്കാനിരിക്കുന്നു. എടുത്തു പറയേണ്ടുന്ന ചിലത്, നേരത്തെ ഞാൻ ഈ മൃദു സമീപനം എന്നൊരു സംശയമുണ്ടോ എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായി പിണറായി വിജയൻ മുഖ്യമന്ത്രി വരുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് അറിയില്ല എന്ന് പറയുന്നു. പാർട്ടിക്കെതിരെ ഒരിടത്തും പറയാനില്ല എന്ന് പറയുകയാണ്. ഒരിടത്തും താൻ പ്രസംഗിക്കാൻ പോവുകയുമില്ല എന്ന് പറയുമ്പോൾ അത് എന്താകാം അദ്ദേഹം അതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട പ്രതികരണമല്ലേ അതും? അതായത് ആ ചോദ്യം, പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായാണ് അങ്ങനെ ആയാൽ തനിക്ക് സന്തോഷം, പക്ഷേ LDF സർക്കാർ മൂന്നാമതും വരുമെന്നുള്ളതല്ല താൻ അതിലൂടെ പറയുന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. എന്തായാലും ഇനി അത്തരത്തിലൊരു കാര്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ മൃദു സമീപനം, അതായത് ഒപ്പം പിണറായി വിജയൻ വിളിച്ചാൽ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുമോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. അതിൽ കൃത്യമായൊരു മറുപടി പറയാതെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് അതിന് മറുപടി നൽകാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. അതായത് ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം അവതരിപ്പിച്ചെങ്കിൽ പോലും ഇനിയൊരു അനുനയ നീക്കത്തിന് ഒരു സാധ്യതയുമില്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഈ വാർത്താ സമ്മേളനം ഒഴിവാക്കി ഇന്നലെ തന്നെ അനുനയത്തിന് അദ്ദേഹത്തിന് വിധേയപ്പെടാമായിരുന്നു. അത്തരത്തിൽ ഒരു വിധേയത്വത്തിനോ അല്ലെങ്കിൽ അനുനയത്തിനോ ഒരു സാധ്യതയും അവശേഷിപ്പിക്കാതെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിലവിലെ മറുപടികളിലെ മൃദു സ്വഭാവം, ചില മറുപടികളിലെ മൃദുത്വം, അതൊരു മറ്റെന്തെങ്കിലുമുള്ള തീരുമാനത്തിനുള്ള അല്ലെങ്കിൽ തീരുമാനം മാറ്റാനുള്ള ഒന്നായി കാണേണ്ടതില്ല എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തീരുമാനം ഉറച്ചതാണ്, മുന്നോട്ട് തന്നെ അതുമായി പോകും എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് UDFന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ BN ഹസ്കർ അദ്ദേഹത്തെ നേരിൽ കണ്ടിരുന്നു. രാഷ്ട്രീയമായ എല്ലാ പിന്തുണയും UDF നൽകും എന്നുള്ളതാണ് അദ്ദേഹവും പറഞ്ഞത്. ഇപ്പോൾ പുറത്തുവരുന്ന മറുപടികളിൽ UDF നേതാക്കൾ പിന്തുണ നൽകുന്നതിനെ പറ്റി ആലോചിക്കേണ്ടതുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നത്. പാർട്ടിക്കെതിരെയാണല്ലോ മത്സരം എന്നുള്ളതായിരുന്നു മറ്റൊരു ചോദ്യം. അതായത് അമ്പലപ്പുഴയിൽ നിലവിൽ സിറ്റിംഗ് MLA മത്സരിക്കട്ടെ എന്ന പാർട്ടി തീരുമാനം വന്നാൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ H സലാമാണ് മത്സരിക്കേണ്ടത്. അവിടെ പാർട്ടി മറ്റൊരു ആളെ പരീക്ഷിക്കുമോ? നേരത്തെ രാവിലെ പുറത്തുവന്ന സൂചനകൾ പ്രകാരം VA അരുൺകുമാറിനെ അടക്കം സ്ഥാനാർത്ഥിയായി പരിഗണിച്ച് മറ്റൊരു തന്ത്രത്തിന് CPM മുതിരുമോ എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ പോലും സുധാകരൻ മത്സരിക്കേണ്ടത് പാർട്ടി ചിഹ്നത്തിനെതിരെയാണ്. ആ ചോദ്യം വന്നപ്പോഴും തന്റെ മത്സരം പാർട്ടിക്കെതിരെയല്ല, പാർട്ടിയെ ഒരു വാക്കുപോലും പറയാനോ എതിർക്കാനോ താൻ തയ്യാറാകുന്നില്ല. പ്രചരണത്തിൽ അതായിരിക്കില്ല തന്റെ മുദ്രാവാക്യം. ഒപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇനി മുന്നോട്ടുള്ള നാളുകൾ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒപ്പം പാർട്ടിക്ക് പുറത്തുള്ള സുധാകരന്റെ പ്രതികരണങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അത് ഏത് രീതിയിലാകും എന്നുള്ളതൊക്കെ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയുമാണ്. അനുജ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.